ജയചന്ദ്രൻ എന്ന പേരുള്ള ഈ തമ്പുരാൻ മൃദംഗം വായിച്ചുകൊണ്ടല്ലേ സ്റ്റേജ്? അതെ, ഞാൻ മൃദംഗിസ്റ്റായിരുന്നു ആദ്യം. ആണല്ലേ? ഞാൻ 5-6 കൊല്ലം ആലുവയിൽ പഠിക്കുന്ന കാലത്തൊക്കെ 56, 53, 54 തൊട്ട് ഞാൻ ആലുവയിലായിരുന്നു 4 കൊല്ലം. അപ്പം അന്നൊക്കെ മൃദംഗം അവിടെ എന്നെ മാസ്റ്റർ പഠിച്ച് വീട്ടിൽ വെച്ച് മൃദംഗം പഠിപ്പിക്കുകയായിരുന്നു. അന്ന് പാടി തുടങ്ങിയിരുന്നില്ല, മൃദംഗമായിരുന്നു. സ്ഥിരമായിട്ട് മൃദംഗം ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. പക്ഷേ എന്നെ പാടിച്ച ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവിടെ അദ്ദേഹം മരിച്ചുപോയി ആലുവയിൽ. അദ്ദേഹം പള്ളികളിൽ ഈ ചർച്ചസ് ഇല്ലേ അവിടെ അങ്ങനെ കോയറും അവിടുത്തെ ഓരോരോ ഈ അവിടുത്തെ ഭക്തിഗാനങ്ങളുണ്ട്, ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സ്, അത് പാടാൻ എന്നെ വിളിച്ചോളൂ. 10 വയസ്സുള്ള എനിക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് തുടങ്ങിയത്, ഞാൻ പാടി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വഴി പാട്ടാണെന്നുള്ള തിരിച്ചറിയുന്നത് ഈ വർഗീസിലൂടെയാണല്ലേ? വർഗീസ് പഠിച്ച പാട്ടത് വഴി അപ്പോഴും തീരുമാനിച്ചിട്ടില്ല എൻ്റെ ലൈൻ അതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ വരും വിളിച്ചുകൊണ്ട് പോകും, ഞാൻ പാടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് ഫീമെയിൽ വോയിസ് അല്ലേ, കൊച്ചു പയ്യനോ ചെറിയ. ശരിക്കും പാടി തുടങ്ങിയ പാട്ടുകാരനാവും എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കൂടെ നാഷണൽ സ്കൂളിൽ വന്നത് രാമാ മാഷ് വന്നപ്പിന്നെയാണ് ഞാൻ ഒരു പാട്ടുകാരനാവും എന്നുള്ളൊരു പാട്ടുകാരനാണെന്ന് മനസ്സിലായത് മാഷ് വന്നപ്പിന്നെയാണ്. മാഷാണ് എന്നെ ഒരു പാട്ടുകാരനാക്കിയതെന്ന് പറയാം.